അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷാർജയിലുള്ള യുഎഇയിലെ ഷാർജയിലെ നെബ്ബയിലാണ് കഴിഞ്ഞ 3 വർഷക്കാലം ഞാൻ താമസിച്ചിരുന്നത്. അപ്പോൾ ആ നെബ്ബയുമായിട്ട് ബന്ധപ്പെട്ട് ആ നെബ്ബ മുഴുവനും ഒന്ന് ചുറ്റിക്കറങ്ങി കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ കാറിൻ്റെ പിന്നിലായിട്ട് ബാക്കിൽ ഗോപ്രോയുടെ ക്യാമറ വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ആ അറ്റത്ത് നിങ്ങൾ കാണുന്നത് സുലേഖ ഹോസ്പിറ്റൽ, പുത്തുയിനയിലെ സുലേഖ ഹോസ്പിറ്റൽ. അതിൻ്റെ തൊട്ടടുത്ത് നെസ്റ്റോ ഒരു ലുലു. ഇതെന്തായാലും ഒരുവിധം സ്ഥലത്തൊക്കെ ഉണ്ടാവും, മലയാളികളുടെ ഒരു ഐക്കൺ കൂടിയാണത്. പിന്നെ ഇങ്ങോട്ട് വരുന്നത് ഈ റോഡ് റോളയിലേക്കുള്ള റോഡാണ്. റോള പിന്നെ ഏരിയയിലേക്ക് ഈ വലതുവശത്ത് മേസലൂൺ, ആ അറ്റത്തെ ബിൽഡിങ്ങുള്ള സുലേഖ ഹോസ്പിറ്റലിൻ്റെ ഭാഗം നസ്രിയ, അതിൻ്റെ ഓപ്പോസിറ്റ് ബുത്തുയിന. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതൊക്കെ നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ കാറിങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പോൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ പറഞ്ഞു പോകണം, ഓരോ ഏരിയ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ പുതുതായിട്ട് ഇവിടേക്ക് വരുന്നവർക്കും ഒരു യൂസ്ഫുൾ ആവുന്ന രീതിയിൽ പറയുന്നത്. ദുബായ് ഇസ്ലാമിക് ബാങ്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് അപ്പോൾ ആ ഒരു ഈത്തപ്പനയൊക്കെ കാണുന്ന ആ ഒരു ഏരിയയാണ് അൽ നബ്ബ എന്ന് പറഞ്ഞത്. ഒരു നബ്ബ ശരിക്കും ഒരു ടൗൺഷിപ്പാണ്. നാട്ടിൽ നമ്മളിപ്പോൾ ഒരു പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന പോലെ. ആ കാണുന്ന പള്ളി ഉള്ളത് മൈസലൂൺ ഏരിയയിലാണ്. ഇതൊരു സ്ക്വയർ ടൈപ്പ് റൗണ്ട് അബൌട്ടാണ്. മൊബൈൽ റൗണ്ട് അബൌട്ട് എന്നൊക്കെ പറയലുണ്ട്. കാരണം മൊബൈൽ പോലെ ഒരു ചിഹ്നം അവിടെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. റൗണ്ടിലുള്ള റൗണ്ട് അബൌട്ടല്ല, സ്ക്വയർ ആയിട്ട് വരുന്ന പിന്നെ ഒരു റൗണ്ട് അബൌട്ടാണത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരുപാട് ഹോട്ടൽസാണ്. ഹോട്ടൽസും റെസ്റ്റോറൻറ്റുകളും ഒക്കെ നിറയെ ഉണ്ട് ഈ ഭാഗത്ത്. കാരണം മലയാളികൾ മാത്രമല്ല, എല്ലാ ആളുകളും താമസിക്കുന്നു. പ്ലസ് റെസിഡൻഷ്യൽ ഏരിയ ആണ്. പിന്നെ റോഡ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്യാണ്. അപ്പം നമ്മുടെ വലതുവശത്ത് ആണ് റോള ഏരിയ വരുന്നത്. ഇവിടെ ഇപ്പോൾ ഇടതുവശത്തായിട്ട് നമ്മുടെ ഇപ്പോൾ ഈ ടാക്സിയുടെ വലതുവശം, നമ്മൾ ടാക്സി വെച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ വലത് ടാക്സിയാണ്, ഷാർജ ടാക്സിയാണ്. അതിൻ്റെ വലതുവശത്തുള്ള ഈ ഏരിയയാണ് അൽ നബ്ബ എന്ന് പറയുന്നത്. അൽ നബ്ബയിൽ കാര്യമായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒന്നുമില്ല, പക്ക റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതിൽ നെസ്റ്റോയും ഒരു ലുലുവും അതിലുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ റോഡ് ശരിക്കും നമ്മൾ ദുബായ് റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന മെയിൻ ആ റോഡിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഇപ്പം ഫാർമസികളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഹോട്ടലുകളാണ് കാര്യമായിട്ടും ഈ ഒരു ഭാഗത്ത് ഉള്ളത്. റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റുകളുടെ ഹൈറ്റും മനസ്സിലാവും, അത്രയും റെസിഡൻഷ്യൽ ക്രൗഡഡ് ആണ്. ഇപ്പോൾ ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് വളരെ അതിരാവിലെ, സൺഡേ രാവിലെയാണ് ഞാനത് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ആളുകൾ പൊതുവെ കുറവാണ്. പിന്നെ നാഷണൽ ഡേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോളിഡേ ആയതുകൊണ്ടും ഉള്ള തിരക്കില്ലാത്തൊരു സീന് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരു വാഹനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും നല്ല ട്രാഫിക്കുള്ള സ്ഥലം കൂടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ദുബായ് റോഡ്. ശ്രദ്ധിച്ചാൽ കാണാം, വാഹനങ്ങൾ പോകുന്നത് വലതുവശത്ത് അങ്ങോട്ടേക്കാണ്. വലതുവശത്തൂടെയാണ് ഡ്രൈവ്. അപ്പോൾ ഞാനും വലതുവശത്തൂടെയാണ് ചെയ്യുന്നത്. ഏറ്റവും ഈ എൻഡിൽ ഈ റൈറ്റ് ട്രാക്ക് പിടിച്ചത് എനിക്ക് ഇങ്ങോട്ട് ടേൺ ചെയ്യാനുണ്ട്. മുന്നപ്പം ഈ സൈഡാണല്ലോ. അപ്പോൾ ഈ സൈഡിൽ പറഞ്ഞ പോലെ ഒക്കെ ഈ മേലെ കാണുന്ന ബിൽഡിങ്സ് എല്ലാം വലതുവശം എല്ലാം താമസത്തിന് വേണ്ടിയുള്ള റെസിഡൻഷ്യൽ ഏരിയ മാത്രമാണ്. പിന്നെ കുറച്ച് കൊമേഴ്ഷ്യൽ, ഇപ്പോൾ ലുലു ഞാൻ പറഞ്ഞല്ലോ, ലുലു ഇപ്പോൾ കാണുന്നുണ്ട് നിങ്ങൾ. ആ ലുലു ഒരു നെസ്റ്റോ, ഒരുവിധം മലയാളികളുള്ളിടത്തൊക്കെ അല്ലെങ്കിൽ പിന്നെ അവർക്ക് പറ്റുന്ന ലുലു അവിടെ ഉണ്ട്, അവിടെ നെസ്റ്റോ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷനിലേക്ക് അത് വന്നിട്ടുണ്ട്. ഏതായാലും മാഷാ അല്ലാഹ് നമ്മുടെ ഒരു ഐക്കൺ കൂടിയാണത്. നമ്മളെ മലയാളി എന്ന് പറയുമ്പോൾ, മലബാരി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ്, ഇപ്പോൾ ഒരു ബംഗാളി അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനി എന്ന് പറയുന്ന ആ ഒരു ലെവലല്ല അറബ് സമൂഹം പോലും ഇപ്പോൾ കാണുന്നത്. മലയാളികൾ കുറച്ചെന്തോ അല്ല, പാകിസ്ഥാനികൾ പോലും നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് തന്നെ പറയുന്നത്. ഒരിക്കലൊരു കാറിൽ പിന്നെ ടാക്സി ഡ്രൈവറോട് ഞാൻ ചോദിച്ചു, ഇത് നമ്മുടെ പാകിസ്ഥാനി പള്ളിയാണ്, ഞാനത് പരിചയപ്പെടുത്തിയപ്പോൾ. പിന്നെ ആ പള്ളി കഴിഞ്ഞാൽ ഇങ്ങോട്ട് മുഴുവനായിട്ടും ഫർണിച്ചർ ഏരിയയാണ്. ഇവിടുന്ന് ഈ റോഡിൻ്റെ 2 വശത്തും ഫർണിച്ചർ ഏരിയ. വലതുവശത്തുള്ളത് ബുത്തുയിനയാണ്. നമ്മുടെ കാറിൻ്റെ വലതുവശത്ത് പിന്നെ ഈ സൈഡിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ ഈ കാറുകൾ നിർത്തിയിട്ട് പാർക്കിംഗ് ഏരിയയുടെ ഈ ഭാഗമാണ് ഇപ്പോൾ നബ്ബ എന്ന് പറയുന്നത്. മറ്റത് ബുത്തുയിനയാണ്. ബുത്തുയിനയിൽ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് പോരുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. ഇത് പിന്നെ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നബ്ബയെ മുഴുവനായിട്ട് റൗണ്ട് ചെയ്യുകയാണ്. നമ്മളൊരു ഭാഗത്ത് നിന്ന് തുടങ്ങി സർക്കിൾ ചെയ്തിട്ട് ഇപ്പുറത്തേക്ക്, ഇനിയിപ്പോൾ ഈ ഫയർ സ്റ്റേഷൻ്റെ അടുത്തേക്ക് നമ്മളെത്തി. ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ റൗണ്ട് അബൌട്ട് ഉണ്ട്.
ഫയർ സ്റ്റേഷൻ, അതിനോട് ചേർന്നുള്ള റൗണ്ട് ബോട്ടും, ഇവിടെ പള്ളിയുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തത് നിങ്ങൾ കാണുന്ന ആ ബിൽഡിംഗ് ആണ് ഫയർ സ്റ്റേഷൻ. വലതുവശത്ത് കാണുന്ന ആ ബിൽഡിംഗ് ആണ് ഫയറിൻ്റെ വണ്ടികളൊക്കെ അവിടെ കാണാം. ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് റൈറ്റ് സൈഡിൽ, റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന പള്ളിയാണ് നബ്ബയിലെ നമ്മുടെ പള്ളി. ഒരുപാട് യൂട്യൂബിൽ നമ്മുടെ ചാനൽ നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ചാനലുകളിൽ ഒരുപാട് അവിടുത്തെ ഇമാമിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ തുടങ്ങിയിടത്തേക്ക് എത്തി. ഞാൻ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു അവിടെ സുലേഖ ഹോസ്പിറ്റലുണ്ട്. അത് നസ്രിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓരോ ഏരിയക്ക് ഓരോ സെപ്പറേറ്റ് പേരുകളും ആ ടൗൺഷിപ്പുമാണ് അതിൽ വരുന്നത്. ഓക്കെ, നമ്മളൊരു ഏത് ഫീൽഡിലാണെങ്കിലും നമ്മളൊരു ഏരിയ മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് ആ പള്ളി കാണുന്ന മിനാരം കാണുന്നതൊക്കെ മൈസലൂൺ ഭാഗത്തേക്കാണ് അത് വരുന്നത്. നമ്മളിങ്ങോട്ട് ഉള്ളോട്ട് കയറുകയാണ്, നബ്ബയുടെ ഉള്ളോട്ട് കയറുകയാണ്. ഉള്ളോട്ട് കയറുമ്പോൾ ഇനി നമ്മൾ കൊച്ചു കൊച്ചു കടകൾ, ചെറിയ ചെറിയ ഗ്രോസറികൾ കാണാം. ഗ്രോസറികൾ എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സ് ഉള്ളിടത്താണ് ഈ ഗ്രോസറിയുടെ ഒരു യൂസേജ് തന്നെ വരുന്നത്. അവർക്കാണ് കൂടുതൽ വലിയ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി വാങ്ങുന്നതിനേക്കാൾ അവർക്ക് ആക്സസിബിളായ ചെറിയ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് വാങ്ങി പോകാനൊക്കെ അവർക്ക് എളുപ്പമാണ്. അപ്പോൾ ഈ കടകളൊക്കെ ഓപ്പൺ ആകേണ്ടതായിരുന്നു. ഒരുവിധം മലയാളികളുടെ കടകൾ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഉണ്ട്. ഇന്ന് ഞായറാഴ്ചയുടെ അല്ലെങ്കിൽ നാഷണൽ ഹോളിഡേ എനിക്ക് തോന്നുന്നു 4-5 ദിവസം അവധി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ അവധി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ തലേന്ന് രാത്രി ഫയർ വർക്കോ എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി പോയവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഫാമിലി ആയിട്ട് വന്ന് രാത്രി കാർ പാർക്ക് ചെയ്ത് ഉറങ്ങുന്ന ഒരു സമയമാണ് ഇന്നുണ്ടാവുക. കാരണം റഷായിട്ടുള്ള ഒരു ലൈഫാണല്ലോ ഇവിടെ. ആ ലൈഫിൽ കുറച്ചൊരു ഫ്രീ കിട്ടുമ്പോൾ ഒരു കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനാണ് എല്ലാവരും ശ്രദ്ധിക്കുക. അവരെ ഓഫീസ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച്, ജോലിയൊക്കെ മാറ്റിവെച്ച് ഫാമിലികൾ, ബാച്ചിലേഴ്സ് ആണെങ്കിൽ പോലും ഇന്ന് ഞായറാഴ്ച രാവിലെ അധിക പേരും റോഡൊക്കെ ശ്രദ്ധിച്ചാൽ അവരും കാലിയായി വിജനമായി കിടക്കുന്ന ഒരു ഞാനിവിടെ വരുന്നത് കോവിഡിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് ഇവിടെ ഫസ്റ്റ് വരുന്നത്. അന്നൊന്നും ഈ വാഹനങ്ങൾ ഇത്രയൊന്നും ഇല്ല, വാഹനങ്ങൾ വളരെ കുറവാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പള്ളിയാണ്. ഈ പള്ളിയുടെ ചേർന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു 3-4 പള്ളികൾ എങ്ങനെ ഒരു പാകിസ്ഥാനി പള്ളി വരുന്നുണ്ട്. ഓരോ സബർബൻ്റെ, അതായത് നബ്ബ ഒരു ഏരിയ ആണല്ലോ, നമ്മൾ പറയുന്ന ഒരു പഞ്ചായത്തിൽ അങ്ങനെ പറയുന്ന ഒരു ഏരിയയുടെ ഉള്ളിലൊക്കെ 2-3 പള്ളികളൊക്കെ ഉണ്ടാവും. മിക്കവാറും സ്ഥലങ്ങളിൽ എവിടെയൊക്കെ പള്ളിക്ക് സാധ്യതയുണ്ടോ അവിടെയൊക്കെ പള്ളികൾ ഉണ്ടാക്കുക എന്നുള്ളത് ഷാർജ ഗവൺമെൻറ്റിൻ്റെ ഇപ്പം തന്നെ അവർ അനൗൺസ് ചെയ്ത് 100 പള്ളികളാണ്. അപ്പോൾ പള്ളികൾ എല്ലായിടങ്ങളിലും ഉണ്ടാവുക അതൊരു ആശ്വാസം കൂടിയാണ്. പള്ളികൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ ഈ ഒരു തിരക്കിട്ട ജീവിതത്തിൻ്റെ ഇടയിൽ പോയിട്ട് നിസ്കരിക്കാൻ എന്നുവെച്ചാൽ ഏറ്റവും നല്ല ഇവിടെയുള്ള പള്ളികൾ നമ്മുടെ നാട്ടിലെ പള്ളികളായിട്ട് കമ്പയർ ആണ്. നാട്ടിലെ പള്ളികൾ ഒരുപാട് മെച്ചപ്പെട്ട് കഴിഞ്ഞു, പക്ഷേ ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള പള്ളികളാണ് ഇവിടെ അധികം ഉള്ളത്. നമ്മൾ ഏകദേശം ഉള്ളോട്ട് കയറി കഴിഞ്ഞു, ഉള്ളിൽ അതിൻ്റെ ഉൾഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. എല്ലായിടത്തും നിങ്ങൾ ശ്രദ്ധിച്ച ഒരേ കോമൺ ആയിട്ടുള്ള കച്ച സൗകര്യങ്ങൾ. ഈ കച്ച എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയാം. ഇവിടെ യഥാർത്ഥത്തിൽ പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് നമുക്കൊരു 1 hour പാർക്ക് ചെയ്യാൻ 2 ദിർഹം, അഥവാ നാട്ടിലൊരു 50 രൂപ നമ്മൾ കൊടുക്കണം. എന്നുവെച്ചാൽ ഒരു 50 രൂപ കൊടുത്ത് നമ്മൾ നാട്ടിൽ ഒരു പാർക്ക് ചെയ്യാൻ നമ്മൾ ആരെങ്കിലും 1 മണിക്കൂറിന് തയ്യാറാകുമോ? പക്ഷേ അവിടെ പോയാൽ നമ്മൾ തയ്യാറായേ പറ്റൂ. കാരണം നമുക്ക് മിക്കവാറും സ്ഥലത്ത് പാർക്കിംഗ് കിട്ടില്ല. കാറ് സ്വന്തം, ഇപ്പോൾ എനിക്ക് കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കാറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പാർക്കിംഗ് എന്നുള്ള വലിയൊരു ചടങ്ങാണ്. ഞാൻ തന്നെ 2 മണിക്കൂർ 3 മണിക്കൂർ ഒരിക്കലൊരു പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി ഒരാളെ എയർപോർട്ടിൽ വിട്ട് തിരിച്ചു വന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു. ഈ പെരുന്നാൾ, ഈ ഹോളിഡേ ടൈമിലൊക്കെ ആളുകൾ കാറെല്ലാം പാർക്ക്, ഇപ്പം മെയിൻ റോഡുകളിൽ ആളുകൾ പാർക്ക് ചെയ്യാത്ത അവിടെയൊക്കെ പാർക്കിംഗ് ഉള്ളതുകൊണ്ടാണ്. അവിടെ ശരിക്കും ഇവിടെ കാണുന്ന ഒരു ജോക്ക് എന്താണെന്ന് വെച്ചാൽ മെയിൻ റോഡിലൊക്കെ പാർക്കിംഗ് ഫ്രീ ആയി കിടക്കുന്നുണ്ടാവും, കച്ചയിൽ ഫുള്ള് റഷുമായിരിക്കും. കാരണം മെയിൻ റോഡിൽ പേഡാണ്, അവിടെ ക്യാഷ് കൊടുക്കണം നമ്മൾ. പിന്നെ ഇപ്പം ഇന്ന് ഹോളിഡേ ആയതുകൊണ്ടായിരിക്കും ബിന്നിലൊക്കെ വേസ്റ്റ് അവിടെ ഇങ്ങനെ ധാരാളമായിട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ ഡെയിലി വന്ന് അതിനൊക്കെ കൃത്യമായ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിൽ മാതൃകയാക്കേണ്ട ഒരു സംവിധാനം തന്നെയാണ്. കൃത്യമായിട്ട് എല്ലാ രാത്രിയും അത് വന്ന് അത് കളക്ട് ചെയ്യാൻ ഓരോ ഏരിയ തിരിച്ച് സൂപ്പർവൈസേഴ്സും ഉണ്ട്. അതിൻ്റെ എല്ലാ A to Z കാര്യങ്ങളും, ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനും, അതൊക്കെ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാൻ വീണ്ടും ആളുകളെ
പിന്നെ പ്രത്യേകം സാലറി കൊടുത്തിട്ട് അത് വേറൊരു കാറിൽ ഒരാൾ വന്ന് ചെക്ക് ചെയ്യുന്നതും കാണാം. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായി നടക്കുന്ന സംവിധാനം. ഇതാണ് നമ്മൾ പറയുന്ന കച്ച ഏരിയ. ഈ കച്ച ഇയാൾ റോങ് ആയിട്ടാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് രാത്രി ലേറ്റായി വന്ന് ഒരുപാട് തെരഞ്ഞ് പിന്നെ ടെൻഷൻ അടിച്ച് ഇനിയിപ്പോൾ അവിടെ വെക്കും, അങ്ങനെയാണ് ഒരു പക്ഷേ അയാൾ സെൻറ്ററിൽ നിർത്തിയിട്ട് പോയിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 മണിക്കൂറോളം ഒരിക്കൽ തിരയേണ്ടി വന്നിട്ടുണ്ട് ഇതുപോലെ കച്ചയിൽ ഒരു പാർക്കിംഗ് കിട്ടാൻ. പാർക്കിങ്ങിലും പണ്ട് ഒരിക്കൽ എൻ്റെ ഒരു കാറ് ഒരു സുഹൃത്തിന് ഞാൻ കൊടുത്തിരുന്നു. പിന്നെ അയാൾ ദുബായിക്ക് പോകട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തായിരുന്നു. അങ്ങനെ അയാൾ രാത്രി വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ കച്ചയിൽ പാർക്ക് ചെയ്തോളൂ, രാവിലെ തന്നാൽ മതി ചാവി എന്ന് പറഞ്ഞാൽ അങ്ങനെ രാവിലെ ഞാൻ ചാവി വാങ്ങി എടുത്തു പോയി. പിറ്റേന്ന് എനിക്ക് 400 ദിർഹംസ് അഥവാ നാട്ടിലൊരു 8000 ചില്ലാനും ഫൈൻ വന്നു. അപ്പം പോലീസിനെ വിളിച്ച് ചോദിച്ചാൽ നമ്മളെന്ത് തെറ്റാ ചെയ്ത്, എന്താ പാർക്കിംഗ് ഫൈനാണ് അന്വേഷിച്ചവർ അവർ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ടില്ല, നമ്മൾ കച്ചയിലായിരുന്നു. അപ്പോൾ കച്ചയിൽ പാർക്കിംഗ് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ വിളിച്ച എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു എവിടെ പാർക്ക് ചെയ്ത്, ഒന്ന് ജെന്യൂനായിട്ട് നല്ല സ്ഥലത്താണ് പാർക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി പിന്നെയും പോലീസിനെ വിളിച്ച് എൻക്വയറി ചെയ്തപ്പം റോങ് ആയിട്ട് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാകുന്ന രീതിയിൽ പാർക്ക് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷേ എൻ്റെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ എൻ്റെ സുഹൃത്ത് പാർക്ക് ചെയ്യുമ്പോഴും നല്ല സ്ഥലത്ത് തന്നെ ആയിരിക്കും പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ കുറച്ച് കഴിഞ്ഞ് പിന്നെ വണ്ടികളൊക്കെ വന്ന് അടിമടൊക്കെ പാർക്ക് ചെയ്യുമല്ലോ, ലാസ്റ്റ് നോക്കുമ്പോൾ ഒരു വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ എൻ്റെ വണ്ടിയായിരിക്കും അവർക്ക് തടസ്സമായിട്ട് കാണുക. അങ്ങനെയും സംഭവിക്കാറുണ്ട്. എന്നിരുന്നാലും പാർക്ക് ചെയ്യാനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പം ആരെങ്കിലുമൊക്കെ ഫ്ലാറ്റൊക്കെ നോക്കുമ്പോൾ പാർക്കിംഗ് സൗകര്യമുള്ള ഫ്ലാറ്റ് അതിനും ഡിമാൻഡാണ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. മറ്റത് എന്നും അതൊരു തലവേദനയാണ്. ഏറ്റവും വലിയ തലവേദന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് വന്ന് വണ്ടി എടുക്കാൻ നോക്കുന്നുണ്ട് മുമ്പിലൊരു വണ്ടി, പിന്നെ അത് പോലീസിനെ വിളിച്ച് പറഞ്ഞ് പോലീസ് പിന്നെ അവർക്ക് ഫൈനിട്ട് പിന്നെ അതൊക്കെ കോൾ ചെയ്തെത്തുമ്പോഴത്തേക്ക് നമ്മുടെ പണി പോകേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തന്നെ ഒരു 5 പ്രാവശ്യമെങ്കിലും ഈ അമളി തന്നെ പറ്റിയിട്ടുണ്ട്. നമ്മൾ പിന്നെ വിചാരിക്കുക എന്താ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ പഞ്ഞു പാലും ഒന്ന് പാർക്ക് ചെയ്യാൻ ഇവിടെ സ്പേസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അവിടെ നിർത്തിയിട്ട് പോരും. അങ്ങനെ രാവിലെ എടുക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാവും അത് പിന്നെ മിക്കവാറും അത് ബ്ലോക്ക് ആയിട്ടുണ്ടാവും. പിന്നെ ഇവിടുത്തെ കച്ചൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കച്ചയിൽ നമ്മൾ കച്ച ഇനി കിട്ടി എന്ന് വിചാരിക്കുക, ഇത് മരുഭൂമിയാണല്ലോ, ഡെസേർട്ടിലെ പൊടി അടിച്ചിട്ട് രാവിലെ എല്ലാ ദിവസവും നമുക്ക് ക്ലീനിങ് ചെയ്യേണ്ട ഒരു എക്സ്ട്രാ പണി കൂടി ഇവിടെ ഉണ്ടാവും. നമ്മൾ പാർക്ക് ചെയ്യുന്നത് കച്ചയിലാണെങ്കിൽ പോസിറ്റീവ് നമ്മൾ പൈസ കൊടുക്കേണ്ട എന്നുള്ളതാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പൈസ പെയ്ഡാണ്. അല്ല പിന്നെ സ്വന്തമായിട്ട് നമുക്ക് ഫ്ലാറ്റിനോട് ചേർന്ന് തന്നെ പാർക്കിംഗ് സൗകര്യം ഉണ്ടാവണം. ഇതൊക്കെയാണ് കച്ചയിലെ വിശേഷങ്ങൾ. കച്ച ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് തന്നെ ഷാർജയിലെ ഒക്കെ പഠിപ്പിക്കുന്ന അജ്മാനിലൊക്കെ പഠിപ്പിക്കുമ്പോൾ തന്നെ കച്ചയിലെ ഒരു സ്പെഷ്യൽ ടെസ്റ്റ് തന്നെ നടത്താറുണ്ട്. കാരണം കച്ച ഡ്രൈവിംഗ് എന്നുള്ളത് വേറെ സ്കിൽ തന്നെയാണ്. കാരണം മരുഭൂമിയിലൂടെ ഉള്ളൊരു ഡ്രൈവിംഗ് ആണ്, അങ്ങനെ തന്നെ പറയാം. പൊടിമണ്ണിലൂടെ നമ്മൾ കയറ്റി ഇറക്കണം. അതാണ് കച്ചയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. നമ്മൾ അതിൻ്റെ നബയുടെ കുറച്ച് ഉൾഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മൊത്തം ഇങ്ങനെ ഒന്ന് കറങ്ങി ഇങ്ങനെ പോവണം. ശരിക്കും ഞാനൊരു വർക്കിംഗ് ഡേയിലാണ് ഇതിലൊക്കെ കറങ്ങുന്നെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങാനൊന്നും കഴിയില്ല. റോഡുകൾ പോലും ഇങ്ങനെ കാണാൻ കഴിയില്ല. റോഡിലൊക്കെ നിറയെ നല്ല തിരക്കിട്ട ഒരവസ്ഥയാണ് ഉണ്ടാവുക. വൈകിട്ടൊക്കെ ആണെങ്കിൽ അല്ലെ ഒരു പിന്നെ വൈകിട്ട് ഒരു 5 മണി ശേഷമാണ് വണ്ടി എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് വാഹനങ്ങൾ കൂടി. ഞാൻ ആ കോവിഡിൻ്റെ സമയമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്ക് നല്ലൊരു അപ്പം ദുബായ് ഗവൺമെൻറ് അവിടെ നല്ല റെൻ്റാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഷാർജയിൽ വന്ന് ഒരു പീസ്ഫുൾ ലൈഫിന് വേണ്ടിയാണ് ഇവിടെ വന്നിരുന്നത്. പക്ഷെ ഇപ്പോഴും ഷാർജ പോലെ അല്ലെ ഒരു കറാമൊക്കെ പോലെ കറാമയിലോ അല്ലെ പിന്നെ ദേറയിലൊക്കെ നിൽക്കുന്ന ഒരു ഫീലിലേക്ക് തന്നെ നമ്മുടെ ഷാർജയും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സമീപ ഭാവിയിൽ എത്തും. അത് ഇപ്പോൾ തന്നെ എത്തി ആൾമോസ്റ്റ്. അങ്ങനെയുള്ള റഷ് ലൈഫിലേക്ക് കാര്യങ്ങൾ എത്തി. പള്ളിയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ്, പണ്ടൊക്കെ പള്ളിയിൽ 2-3 സുഫ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇല്ലാത്ത രീതിയിൽ നിറഞ്ഞ് കവിഞ്ഞ് ആകെ റഷാവുന്ന ഒരവസ്ഥയിലെത്തി. നമ്മളിനി വേറൊരു കച്ചയിലേക്കാണ് എല്ലാവരും കച്ചയും ഒന്ന് പരിചയപ്പെടുത്തുക അല്ലെ ഉള്ളോട്ട് കയറുക എന്നുള്ള ഇതിലിങ്ങനെ കയറിയത്. കാരണം ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് ആ ഒരു ഏരിയ പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ താമസിച്ചിരുന്നവർക്ക് ഇത് എൻ്റെ ബിൽഡിങ്ങാണ്, 5 വർഷം താമസിച്ച് ഞാനിവിടെയാണ്, അല്ലെ 10 വർഷം ഞാൻ താമസിച്ച 3 വർഷം താമസിച്ച ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഏരിയയിലേക്ക് എത്തുമ്പോൾ ഞാനത് പറയാം. അതുപോലെ ഓരോരുത്തർക്കും പറയാൻ പറ്റും. അപ്പോൾ ആ ഓർമ്മകൾ അവിടെ ഇങ്ങനെ ബാക്കി. നമ്മൾ ഒരു പ്രവാസം എന്നത് നമ്മളവിടെ ചെല്ലുന്നു, എന്നിട്ട് അവിടെ താമസിക്കുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു പോരുന്നു, അത്രയും നമ്മളുള്ളൂ. അല്ലാതെ അവിടെ നമുക്ക് വേറൊരു കമ്മിറ്റ്മെൻ്റ് ഒന്നും നമുക്കില്ല. പക്ഷേ എന്നാലും അതൊരു വളരെ ഗ്രഹാതുരത്വം നിറഞ്ഞ
കുറേ നൊസ്റ്റാൾജിയ ഓർമ്മകൾ ബാക്കിയാക്കുന്ന ഒരു സ്ഥലമാണല്ലോ, നമ്മൾ ഇടപഴകുന്ന ഒരു സ്ഥലം ഏതാണെങ്കിലും. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം എന്തുമാത്രം നിറഞ്ഞിരിക്കുന്നു ഈ കച്ചയൊക്കെ. അപ്പം ഇത്രയും വാഹനങ്ങൾ, ഈ ആളുകളെല്ലാം താമസിക്കുന്ന ഈ ബിൽഡിങ്ങുകളിലാണ്. അപ്പോൾ അവരൊക്കെ ഒന്നെങ്കിൽ ഉറങ്ങുകയല്ല അവരുടെ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്ന ഒരു സമയമാണ്. പിന്നെ ഈ കച്ചയിൽ വെച്ചാലുള്ള ഒരു വേറെ നെഗറ്റീവ്, ആരെങ്കിലുമൊക്കെ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബോധപൂർവ്വം ആരും തട്ടിക്കൊന്നുമില്ല. വല്ല വലിയ വണ്ടികളൊക്കെ ഇതിൽ പോകുന്ന സമയത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചിലപ്പോൾ തട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ കണ്ടില്ലെന്നിരിക്കാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ചില ഇപ്പോൾ എത്രക്കാണെങ്കിലും എക്സ്പേർട്സ് ഡ്രൈവേഴ്സാണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടെ ഒരു ഡ്രൈവർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കുന്ന പോലെ വെറുതെ അങ്ങ് ഓടിക്കല്ലല്ലോ. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പ്രോസസ്സിങ് തന്നെ വളരെ സമയമെടുത്തിട്ടാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഡ്രൈവേഴ്സൊക്കെ നല്ല എക്സ്പേർട്ടായിരിക്കും. അവരുടെ കാര്യത്തിൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല. ഒരാളിപ്പോൾ അറിയാതെ വന്ന് നമ്മൾ തട്ടിക്കൊന്നുമില്ല. അവരൊക്കെ എക്സ്പേർട്ടായിരിക്കും. ഒരു റൗണ്ട് ബോർഡിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഒരു സിഗ്നൽ ലൈറ്റ്, ഇതൊന്നും ആരും, പിന്നെ ഇവിടെ ഫൈനാണല്ലോ മെയിൻ. ഫൈൻ എന്നത് എല്ലാവരും ഭയപ്പെടുന്ന ഒരു സംഗതിയാണ്. അറബ്സ് പോലും പിന്നെ ആരായാലും ഡ്രൈവ് ചെയ്യുമ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കും. കാരണം അത് സേഫ്റ്റിയുടെ ഭാഗം മാത്രമല്ല, ഫൈൻ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ചെറിയ ഒരു നിസ്സാര കാര്യത്തിന് പോലും എനിക്കൊരു അനുഭവം ഞങ്ങളൊരു പങ്കുവെക്കും. ഒരിക്കൽ ദുബായിൽ നിന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ പോലീസ് കൈ കാണിച്ച് സൈഡാക്കാൻ പറഞ്ഞു. നമ്മളെ നാട്ടിലെ പോലെ നമ്മളെ പിടിച്ചു നിർത്തി ഇറങ്ങട എന്ന് പറയുന്നതല്ല. പുറത്ത് ഇവിടെ SI ഒരു കാറിൻ്റെ അടുത്ത് നിൽക്കും, അങ്ങോട്ട് വരുന്ന ഒരവസ്ഥയല്ല അവിടെ. ഇവിടെ നമ്മളോട് മാന്യമായിട്ട് അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി വന്ന്, പോലീസ് ഇറങ്ങി വന്ന് മാന്യമായിട്ട് വളരെ താഴ്മയോടെ ഗ്ലാസ് ഒന്ന് താഴ്ത്ത്, കൈ ഇങ്ങനെ കൂപ്പിക്കൊണ്ട് പറയാം, അന്ന് കൈ ഒന്ന് ഗ്ലാസ് ഒന്ന് താത്തു, സാറിന് വിളിച്ചിട്ട് വളരെ ആദ്യം സലാം പറയും, സലാം അലൈക്കും എന്നൊക്കെ പറഞ്ഞ്, അറബിയാണ് എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് കന്തൂറയും ഡ്രസ്സൊക്കെ ഇട്ട് അപ്പം എന്നോട് സംസാരിക്കുന്ന അങ്ങനെ. അപ്പോൾ ആദ്യം കെയ്ഫ് ഹാലിക് അഖ്ബാർ അങ്ങനെയൊക്കെ ചോദിച്ച് പിന്നെ ഒരു റാപ്പൊക്കെ ബിൽഡ് ചെയ്തിട്ടാണ് പിന്നെ നമ്മളോട് കാര്യം പറയാം. എന്നോട് പറഞ്ഞു മുമ്പിൽ മാഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ഈ കാറ് വാങ്ങിയപ്പോൾ മുമ്പിൽ ഒരു മാഷാ അല്ലാഹ് എന്ന് റെഡ് കളറിൽ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അവിടെ റെഡിൽ എഴുതാൻ പാടില്ല, ബ്ലാക്കിൽ എഴുതാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അത്രേ. നമുക്ക് എനിക്കറിയില്ല അതിനെപ്പറ്റി. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ സാറില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അങ്ങനെ എഴുതാൻ പാടില്ല കേട്ടോ എന്നൊരു ഉപദേശം തന്നു. പിന്നെ അദ്ദേഹം മൊത്തം കാറൊന്ന് കറങ്ങി ഒന്ന് നോക്കി, നമ്പറൊക്കെ ഒന്ന് നോക്കി എൻ്റെ എമിറേറ്റ്സ് ID എന്ന് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു എമിറേറ്റ്സ് ID ഞാൻ എടുത്തിട്ടില്ല, അന്ന് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കോപ്പി കാണിച്ചാൽ മതി. കാരണം ഞാൻ എൻ്റെ MOI പിന്നെ ആപ്പിൽ പിന്നെ ആപ്പ് വെച്ചിട്ട് ഓപ്പൺ ആക്കി എമിറേറ്റ്സ് ID കാണിച്ചു കൊടുത്തു. നമ്പറൊക്കെ തന്നെ നോട്ട് ചെയ്തു. എന്നാൽ ശരി, എന്നാൽ മാഷാ നിങ്ങൾ ഫ്രീ ആണെന്നും പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ യു ആർ ഫ്രീ എന്ന് പറഞ്ഞ് എന്നോട് യാത്ര അയച്ചു. നമ്മൾ യാത്ര പോയി, അവിടുന്ന് പോന്നു. ഏകദേശം ഒരു മണിക്കൂറോ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് എനിക്ക് വന്നു, നിങ്ങൾക്കൊരു ഫൈനുണ്ട് 880 ദിർഹംസ്. 880 പറഞ്ഞ നാട്ടിലെ ഏകദേശം 18,000 രൂപ ഫൈനുണ്ട് എന്ന് പറഞ്ഞാണ് മെസ്സേജ് ഉള്ളത്. ഇതാണ് ദുബായ് പോലീസ്. ഇതാണ് ദുബായ് പോലീസ്. വളരെ ചിരിച്ചുകൊണ്ട്, കാരണം അവരവരുടെ ഡ്യൂട്ടി ചെയ്യും. അതിപ്പോൾ ആരാണോ, മുഖ്യമന്ത്രിയാണോ, ഇവിടുത്തെ രാജകുടുംബത്തിലെ അംഗമാണോ, അവർക്ക് അറിയേണ്ട കാര്യമല്ല. അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നിട്ട് എൻ്റെ മറ്റൊരു സുഹൃത്തിന് ഇതുപോലെ പിന്നെ ഒരിക്കൽ ട്രാഫിക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് അവിടെ ആക്സിഡൻ്റായി കിടക്കുകയാണ്. ആക്സിഡൻ്റായിട്ട് കിടക്കുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയതുകൊണ്ട് നീ പുറത്തോടെ ഒന്ന് എടുത്തോളൂ എന്ന് പോലീസാണ് പറയുന്നത്. നിങ്ങൾ അതിൽ എടുത്ത് പോയിക്കോളൂ, ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി പോലീസ് പറഞ്ഞു. അങ്ങനെ ഇവൻ എടുത്തപ്പോൾ അവിടെ മറ്റേ യെല്ലോ ലൈൻ ഉണ്ട്. യെല്ലോ ലൈൻ കൂടെ ജസ്റ്റ് ഒന്ന് ടച്ചാവും. സ്വാഭാവികമാണ്, കാരണം ഇതിലെടുക്കാൻ പറയുമ്പോൾ ടച്ചാവും. അവിടെ ക്യാമറ ഉണ്ടായിരുന്നു, ഇവനും ഫൈൻ കിട്ടി. അപ്പോൾ ഇവനിത് സഹിച്ചില്ല. നമുക്ക് ഒന്ന് 400 ദിർഹംസ് തന്നെ ഫൈൻ കിട്ടി, എന്തോ 400-500 ഉണ്ട്. അപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു നമ്മൾ സ്റ്റേഷനിൽ പോകാം. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ പോയി. എനിക്ക് തോന്നുന്നു അന്ന് 5-6 സ്റ്റേഷനിൽ നമ്മൾ പോയിട്ടുണ്ട്. സ്റ്റേഷനിൽ ഓരോ ഇത് ഇവിടെ അല്ല പറയേണ്ടത്, അവിടെ സെൻട്രൽ ഓഫീസിലാണ് പറയേണ്ടത്. അങ്ങനെ ഇട്ട് നമ്മൾ കറക്കി. ലാസ്റ്റ് ഒരു ഓഫീസിൽ പോയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇനിയിപ്പോൾ പോകുന്നു വേണ്ട, നിങ്ങൾ ഇത്രയും സ്റ്റേഷനിൽ പോയാലേ ഇത് നിങ്ങൾ ഫൈൻ അടിച്ചോളൂ. അപ്പോൾ ഫൈൻ അടക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ അവർ പറയുന്ന അവരുടെ ഭാഗത്തുള്ള ന്യായീകരണം ഇതിൻ്റെ ജസ്റ്റ് നീതി എന്തെന്നല്ല, ഇവിടെ നിയമം തെറ്റിച്ചോ അവന് ഫൈൻഡാണ്. അപ്പോൾ അതെന്ത് കാരണം എന്നുള്ളത്, അതിൻ്റെ കോസ് എന്നുള്ള പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ ഫൈൻ അടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ എത്രയോ പേര്, ഇപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന വാഹനമുള്ള
UAE ഡ്രൈവ് ചെയ്ത് പരിചയമുള്ള ലൈസൻസ് ഉള്ള ആളുകൾക്കൊക്കെ ഫൈൻ കിട്ടാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ടുള്ള ആളുകളായിരിക്കും എന്നാണ് പറയാനുള്ളത്. കാരണം നമ്മൾ പലപ്പോഴും പലതും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. പിന്നെ മറ്റൊരു സംഭവം കൂടി പറഞ്ഞുതരാം. ഒരു ദിവസം പിന്നെ എൻ്റെ ഒരു സുഹൃത്തും ഞാനും കൂടെ കോവിഡിൻ്റെ ടൈമിൽ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു 70 ദിറംസ് പറഞ്ഞു. അപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞു, 70 ദിറംസ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കാൻ. അങ്ങനെ തൊട്ടപ്പുറത്ത് വേറൊരു സ്ഥലത്ത് ക്ലിനിക്കിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ അവിടെ ക്ലിനിക്കിൽ കയറി നോക്കുമ്പോൾ അവിടെയും 70 ആണ്. എനിക്ക് തോന്നുന്നു 75 ആയോ അല്ലെങ്കിൽ 70 ആണ്. അവർ പറഞ്ഞ് മൊത്തം റേറ്റ് കൂട്ടിയതാണ് ഇന്ന് മുതൽ, അതുകൊണ്ട് 70 വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ താഴെ 350 ദിറംസ് എങ്ങാനും ഫൈൻ വെച്ചിട്ടുണ്ട്. എന്തിന്? 2 ദിറംസ് നമ്മൾ ഇടാത്തത് കൊണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും പറ്റുന്നതാണ്. നമ്മളാരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ചില അശ്രദ്ധ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒന്ന് കയറി ഇറങ്ങാനല്ലേ, ജസ്റ്റ് ഒന്ന് പോയി വരാനല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പിന്നെ ഷാർജയിലുള്ളൊരു വളരെ പോസിറ്റീവ് വരുന്ന കാര്യം, ദുബായിൽ ഇപ്പോൾ ഒരു സോൺ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് നമ്മൾ പോയി പാർക്ക് ചെയ്യുമ്പോൾ അവിടെയും വേറെ പേ ചെയ്യണം. പക്ഷെ ഷാർജയിൽ അങ്ങനെയല്ല. ഷാർജയിൽ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ 2 ദിറംസ് നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അരമണിക്കൂറേ ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ അപ്പുറത്തൊരു കടയിൽ പോകണം, അപ്പോൾ അവിടെ പോയിട്ട് പാർക്ക് ചെയ്യാം. അവിടെ നമ്മൾ വേറെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതില്ല. ആ ഒരു അവർ കഴിയുന്നവരെ ആ ഒരു മണിക്കൂർ, ഇപ്പോൾ ഞാനൊരു 2 മണിക്കൂർ കുറേ കടകളിൽ കയറി ഇറങ്ങാനുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ അങ്ങനെ ഒരു ആമർ സെൻറ്ററിൽ ഒരു വർക്ക് എൻ്റെ സുഹൃത്തിന് വേണ്ടി കുറച്ച് ദിവസം അവിടെ ചെയ്തിരുന്നു. കുറച്ച് ഡോക്യുമെൻറ്റേഷൻ വർക്കുകൾ ചെയ്തിരുന്നു. അന്ന് പിന്നെ ഈ ടൈപ്പിംഗ് സെൻറ്ററുകളിൽ കയറി ഇറങ്ങുന്ന ഒരു പണി എനിക്കുണ്ടായിരുന്നു. ടൈപ്പിംഗ് സെൻറ്ററുകളിൽ കയറി ഇറങ്ങുമ്പോൾ പിന്നെ നമ്മൾ ഓരോ ടൈപ്പിംഗ് സെൻറ്ററിൻ്റെ മുമ്പിൽ ചെന്ന് ഫസ്റ്റ് ഡേ ഞാൻ അങ്ങനെ ചെയ്തു. അവിടെ പോയിട്ട് 2 ദിറംസ് ഇടും. പിന്നെ വേറൊരു ടൈപ്പിംഗ് സെൻറ്ററിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ അവിടെ വീണ്ടും 2 ദിറംസ് ഇടും. അങ്ങനെ ഒരു 5-8 ആകുമ്പോഴത്തേ തന്നെ എത്ര വലിയൊരു എമൗണ്ട് ആയില്ലേ. പിന്നെ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല, ഒറ്റ പ്രാവശ്യം ഇട്ടാൽ മതി. ആ അവർ കഴിയുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ഫ്ലാറ്റുകളെ പറ്റി കൂടി പറയാം. നാട്ടിൽ നമ്മൾ വിശാലമായ സൗകര്യത്തിൽ പറമ്പിലെ മാങ്ങയും ചക്കയും തേങ്ങയും ഒക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ വന്ന് പെട്ടെന്നൊരു ഫ്ലാറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. എന്നാലും ഫ്ലാറ്റ് ലൈഫ് കുറേ കാര്യത്തിലൊക്കെ വളരെ സുരക്ഷിതമാണ്. കാരണം ഇത്രയും ഫാമിലീസ് അവിടെ ഉണ്ട്. CCTVയുടെ അകത്ത്, അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നിടത്ത് തന്നെ എല്ലാ ബിൽഡിങ്ങിൻ്റെയും ചുറ്റുവട്ടത്തും CCTV ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ മോഷണങ്ങൾ കുറവാണ്. മോഷണങ്ങൾ ഉണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ വളരെ കുറവാണ്, റെയർ. അത്രയും ഗതികെട്ടവും അത്രയും പണിക്കൊക്കെ ഇറങ്ങുള്ളൂ. കാരണം ഒട്ടുമിക്കവും 99% എല്ലാം പിടിക്കപ്പെടും. കാരണം ഇവിടെ കുറ്റകൃത്യങ്ങൾ കുറയാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതിലൊരു സാഹചര്യം, ഇവിടെ കുറ്റം ചെയ്യുക എന്നുള്ളത് ഒരു മണ്ടത്തരായാലും ചെയ്യുന്നത്. എന്ത് കുറ്റം ചെയ്താലും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഐലൻഡാണ്. ഒരു ഐലൻഡ് ഈക്വൽ ചെയ്ത് നമുക്ക് പറയാം. ഈ ഡെസേർട്ടിൻ്റെ നടുവിലുള്ള ഒരു രാജ്യമാണിത്. മരുഭൂമിയുടെ നടുവിൽ, അല്ലെ കടലിൻ്റെ അക്കരെയുള്ളൊരു രാജ്യമാണ്. ഇവിടെ നമ്മൾ ഇനി ഇന്ത്യയിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഈ രാജ്യം വിടണമെങ്കിൽ എയർപോർട്ട് ത്രൂ അല്ലാതെ റോഡ് വഴി പോയാലും പിടിക്കും. റോഡ് വഴി നമ്മൾ പോവാം, ഇപ്പോൾ സൗദിക്ക് പോവാം, ഒമാനിൽ പോവാം, അല്ലെങ്കിൽ ഖത്തറിലേക്ക് പോവാം. പക്ഷെ അങ്ങനെ പോകുമ്പോഴും നമ്മൾ റോഡ് വഴിയും പിടിക്കപ്പെടും. അവിടെയൊക്കെ എമിഗ്രേഷൻ ക്ലിയർ ചെയ്യാതെ നമുക്ക് പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് പാസ്പോർട്ട് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ പിന്നെ ID ഉണ്ടാക്കുന്നതോടുകൂടി ഒരാൾ പെട്ടു. ഈ ID ഇല്ലാതെ ഇപ്പം പുതിയ നിയമങ്ങൾ വന്ന അതുകൊണ്ടാണ് അവരും വേണം. കാരണം വിസിറ്റ് വിസയിൽ വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് നിയമപ്രകാരം പിടിച്ചു കഴിഞ്ഞാൽ വലിയ ഫൈനും, അയാളെ മിക്കവാറും ഡിപ്പോർട്ട് ചെയ്ത് ഇവിടുന്ന് വിടുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ കാര്യം ഒന്ന് പറയട്ടെ. ഇവിടെ ഇതിപ്പോൾ ഞാൻ താമസിച്ചിരുന്ന അല്ലെങ്കിൽ 3 വർഷം നിന്ന വളരെ അടുത്ത ഏരിയയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വലതുവശത്താണ് പിന്നെ ആ ഭാഗത്തായിട്ടാണ് പള്ളി വരുന്നത്. ഇത് പിന്നെ ആ പള്ളി നിങ്ങൾ കാണുന്നുണ്ടാവും, വലതുവശത്ത് കാണുന്ന ബിൽഡിംഗാണ് പള്ളിയുള്ളത്. ഇത് നെസ്റ്റോ ആണ് വലതുവശത്ത്. ലെഫ്റ്റ് സൈഡ് ഇത് ഔഖാഫിൻ്റെ ഒരു ബിൽഡിംഗ് കൂടിയാണ്. ഇത് വഖഫ് ചെയ്തൊരു ബിൽഡിംഗാണ്. ഇതാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ആ കാണുന്ന ബിൽഡിംഗ് ഇവിടുന്ന് അങ്ങോട്ട് 2ാമത്തെ ബിൽഡിങ്ങിലായിരുന്നു എൻ്റെ 3 വർഷം ജീവിച്ചത്. ഞാനിപ്പോൾ കയറുന്ന കച്ചയിലാണ് സ്ഥിരമായിട്ട് ഞാൻ കാറ് പാർക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന്, വാഹനങ്ങൾ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. ഈ അവസ്ഥ പറയുന്നത് നമ്മളിപ്പോൾ ആരെങ്കിലും ഇനി ഗൾഫിലൊക്കെ പോയി നിൽക്കാനും ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ
അവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ പോലും നമുക്ക് കയറ്റി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്നും വെച്ചിട്ട് പോകാൻ പറ്റില്ല, ഇവിടെയൊക്കെ വെച്ച ഫൈനാണ്. അപ്പോൾ ആ വെച്ചുണ്ടല്ലേ അവർക്ക് വൈറ്റ് യാരിസൻ എൻ്റെ വണ്ടി പോലെ, അത് ഫൈൻ കിട്ടാനുള്ളതാണ്. ഒരു പിന്നെ പോലീസോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, പോലീസ് മാത്രമല്ല ഫൈൻ ഇടും, മുനിസിപ്പാലിറ്റി ഉണ്ട്. മുനിസിപ്പാലിറ്റിക്കാരാണ് കാര്യമായിട്ടും കച്ചയിലൊക്കെ കയറി ഫൈൻ ഇടും. അതിപ്പോൾ അവർ സ്ഥിരമായിട്ടുണ്ട്, കാരണം വേണം, കാരണം അത് ആവശ്യമാണ്. ഇവിടെ ഫൈൻ ഇടേണ്ടതുണ്ട് കച്ചയിൽ. അത് നമ്മൾ കുടുംബമാണ് നമ്മൾ അതിനെപ്പറ്റി എല്ലാവരും മാന്യമായിട്ടാണ് പാർക്ക് ചെയ്താണ്ടില്ലേ. കാരണം അതിപ്പോൾ പണ്ടിങ്ങനെ ആയിരുന്നില്ല, എവിടെയെങ്കിലും അവിടെയും ഇവിടെയൊക്കെ പാകിസ്ഥാനികളെ എല്ലാവരെയും കുറ്റം പറയില്ല, അവരുടെയാണ് അല്ലെ, പാകിസ്ഥാനികളാണ് നല്ലൊരു ശതമാനം ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യുക. അവിടെ ഇവിടെയൊക്കെ വെച്ച് അങ്ങ് പോകും, അവർക്കൊരു സെൻസും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഈ വെച്ച 2 കാറും ശരിക്കും ലീഗലല്ല, പക്ഷെ ഒരുത്തം വെച്ചുകൊണ്ട് അവൻ്റെ ബാക്കിലെടുത്ത് കൊണ്ടുവച്ചു. പക്ഷെ ബാക്കിയുള്ള ആ ബാക്കിലുള്ള വൈറ്റ് കാറുകാരൊക്കെ എങ്ങനെയാണ് അവർ വണ്ടി എടുക്കുക? അപ്പോൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റൽ കേസ് എന്തിനെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അറിയാം. പിന്നെ ഇവിടെ സിസ്റ്റം ഉണ്ട്, ചിലർ അങ്ങനെ വെക്കുമ്പോൾ മുമ്പിൽ ഫ്രണ്ടിലായിട്ട് ഈ മിററിൻ്റെ അവിടെ നമ്പർ എഴുതി വെക്കുന്ന സിസ്റ്റം ഉണ്ട്. നമ്പർ എഴുതിയിട്ട് അവിടെ ഷോ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം അങ്ങനെ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അഥവാ എമർജൻസി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഈ കാറ് വെച്ചത് റോങ് ആണ്. അപ്പുറത്ത് ഇനി സ്പേസ് ഇല്ല, ആ ഒരു ഏരിയയിൽ സ്പേസ് ഇല്ല, ഇവിടെയും സ്പേസ് ഇല്ല. ഈ ഏരിയയിൽ എവിടെ ഇപ്പോൾ നമുക്ക് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു അവസാന ടൈമിൽ നമ്മളിവിടെ പാർക്ക് ചെയ്യാമോ എന്ന് വിചാരിച്ച് വന്നതാണ്. ഞാൻ വീഡിയോ മതി, ഇപ്പോൾ 25 മിനിറ്റ് കയ്യിൽ എടുക്കുന്നു. 25 മിനിറ്റ് ആയിപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ട്. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ അവനൊന്നുകൂടെ അങ്ങോട്ട് ഒതുക്കി വെച്ചിരുന്ന ഒരു വണ്ടിക്ക് അവിടെ വെക്കായിരുന്നു. പിന്നെ പലരും സെൽഫിഷായിട്ട് എൻ്റെ കാര്യം രക്ഷപ്പെട്ടു അങ്ങനെ വെച്ച് പോകുന്നതാണ്. പിന്നെ രാത്രിക്ക് വെക്കുന്നവരുണ്ട്, ആരും നമ്മൾ കുറ്റം പറയാനും പറ്റത്തില്ല. ഈ ഒരു ട്രീ എൻ്റെ ഒരു പ്രധാന ട്രീ ആണ്, ഇവിടുത്തെ നാഷണൽ ട്രീ ആണ്. പ്ലസ് അതിൻ്റെ ചോട്ടിലായിരുന്നു എൻ്റെ കാർ അധികവും ഞാൻ വെക്കാറുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് മാറ്റി ഈ പ്രാവുകൾ ധാരാളമായിട്ട് വന്നിട്ട് കാറിൽ രാവിലെ മതി പണി കിട്ടും. അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറ്റി പിന്നെ ഇങ്ങോട്ട് ഈ ഏരിയയിലാണ് സ്ഥിരമായിട്ട് വെക്കാറുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം പറഞ്ഞാൽ പൊടിക്കാറ്റ് നന്നായിട്ട് ചില സീസണിലാണ് ഈ പൊടിക്കാറ്റ് വരുന്നത്, ചില മാസങ്ങളിൽ അതിശക്തമായ പൊടി. ഇവിടുത്തെ ഒരു പ്രധാന ഈ താടിക്കാരൻ, അയാളെ പേര് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ, ഈ ഒരു അവിടെ പോയി സ്പേസ് എങ്ങനെയൊക്കെ എടുക്കും ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. ആ പെറുക്കി പോകുന്ന എന്താ പറയുക, വേസ്റ്റ് പെറുക്കുന്ന നമ്മുടെ മുനിസിപ്പാലിറ്റി ജീവനക്കാരൻ, അയാളുടെ ഒരു പണി എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ ആ ഒരു വടിയും ഒരു സഞ്ചി ഉണ്ട്. അപ്പോൾ എടുത്ത് പോയി കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ ദിവസവും രാവിലെ മുതൽ അയാളുടെ പണിയാണ് ഈ ഒരു ഏരിയ മൊത്തം ക്ലീൻ ആക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ നാഷണൽ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് എക്സ്ട്രാ ഡ്യൂട്ടിയും കൂടെ അയാൾക്ക് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ ഒരു സമയത്ത് സാധാരണ അയാൾ സുബൈക്ക് ഇറങ്ങുന്നതാണ്. സുബൈക്ക് ഇറങ്ങിയിട്ട് പിന്നെ നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അയാളിങ്ങനെ. പിന്നെ ഓരോ മുക്കിലും മൂലയിലും ക്ലീൻ ആക്കിയിട്ട് ഓരോ ചെറിയൊരു പിന്നെ മിഠായി കവറുണ്ട് അതുപോലും, അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ വേസ്റ്റ് പാത്രങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് ക്ലീൻ ആക്കി എടുക്കും. അപ്പം ഞാൻ ഈ നിർത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഈ ഒരു കച്ചയുടെ ഉള്ളിലോട്ട് കയറി ഇവിടെ ശരിക്കും പെട്ടു ഞാൻ. അപ്പോൾ വീഡിയോ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. എന്നുവെച്ചാൽ ഇവിടുന്ന് ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ നിന്ന് തിരിച്ചെടുക്കുക ചെയ്തത്. നിങ്ങൾ ആ വീഡിയോ കണ്ടറിയാം, ഈ ഒരു ഗ്യാപ്പിൽ നിന്ന് ആ കാറ് ആ ഗ്യാപ്പിൽ നിന്ന് ഞാൻ തിരിച്ചെടുത്തത്. അപ്പോൾ എടുത്ത് പോരല്ലാതെ, കാരണം ചില സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ പോയാൽ പെട്ടുപോവുകയും ചെയ്യും. പിന്നെ ഇവിടെ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് അവിടുന്ന് എടുത്തിട്ട് പോരുകയാണ്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക് പാർക്കിങ്ങിന്. ഞാൻ ഒന്നുകൂടി ഒന്ന് കറങ്ങി പറ്റുന്ന സ്ഥലങ്ങൾ, കുറച്ചുകൂടെ സ്ഥലങ്ങളൊന്ന് കാണാം. അത് ഞാൻ പറഞ്ഞ അദ്ദേഹം ഉണ്ടല്ലേ, അയാൾ ചെയ്യുന്നുണ്ടല്ലേ, ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, ബോട്ടിലുകൾ എന്തായാലും ആ ഒരു പിന്നെ കമ്പൗണ്ട് വലിച്ചിട്ട് ഇയാൾ സഞ്ചിയിലേക്ക് ആക്കും. അങ്ങനെ പ്ലാസ്റ്റിക്കാണ് ഇപ്പോഴത്തെ മെയിൻ ഫോക്കസ്, അത് തന്നെയാണല്ലോ വേണ്ടത്. കുറേയൊക്കെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ചില ആരും അങ്ങനെ വേസ്റ്റ് ഇങ്ങനെയൊന്നും വെറുതെ വലിച്ചെറിയാറില്ല. അത്രയും മോശം സ്വഭാവമുള്ള ആളുകൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ. കാരണം അവിടെ എല്ലായിടത്തും ബിന്നുകളുണ്ട്, അതിലിടുന്ന തന്നെയാണ് അതിൻ്റെ ശരി. പിന്നെ ഈ ഒരു ഏരിയ പിന്നെ മിക്കവാറും സമയങ്ങളിൽ ചിലപ്പോൾ ഒക്കെ ഞാൻ പാർക്ക് ചെയ്യാറുള്ളൊരു ഏരിയ ആണ്. കാരണം ഇവിടെ എപ്പോഴും ഓപ്പണായിട്ട് കിടക്കും, പിന്നെ മരത്തിൻ്റെ ഒരു ചെറിയ തണലൊക്കെ ഉണ്ടാവും. പിന്നെ മാത്രമല്ല ഇവിടെ ഇത്രയും CCTV ക്യാമറയുടെ ഉള്ളിലാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത്. സേഫ്റ്റിയാണ്, ഇവിടെ ആരൊന്നും ചെയ്യുന്നില്ല. സ്ഥിരമായിട്ട് ഇവിടെ പാർക്ക് ചെയ്യുന്ന ഏരിയ ഇവിടെ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ കാണുന്ന ആ ഒരു ഏരിയയിലാണ് എൻ്റെ സുഹൃത്ത് പിന്നെ എനിക്ക് കാണിച്ചു തന്നു. അവിടെയാണ് ഏറ്റവും ബെസ്റ്റ് സ്ഥലം. അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തിരക്കൊന്നും നമുക്കുണ്ടാവില്ല. ആ ഒരു ഏരിയ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ പിന്നെ കാറുകളൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഇങ്ങനെ റഷായി ഒരു സ്പേസ് പോലും ഇല്ലാതെ ഇവിടെ ഇപ്പോൾ വണ്ടി തിരിക്കാൻ തന്നെ അല്ലാതെ പാടുപെടുന്നുണ്ട്. ബാക്കെടുത്ത് മുന്നെടുത്ത് അങ്ങനെ കുത്തി തിരിക്കുകയാണ്. ഇങ്ങനെ തിരിക്കുന്നതിൻ്റെ കാരണം നാഷണൽ ഹോളിഡേ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഓഫിലാണ്. എല്ലാവരും കാറൊക്കെ നിർത്തിയിട്ട് ഇന്നിപ്പോൾ ആ ഒരു യാത്ര പോകാനുള്ളൊരു
യാത്ര മാത്രമല്ല നല്ല ചൂട് സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഈ ചൂട് സമയത്ത് പുറം യാത്രയേക്കാളും കുടുംബത്തിൽ വീട്ടിൽ ഒന്ന് ഉറങ്ങുക, സ്വസ്ഥമായിട്ട് ഉറങ്ങുക, പിന്നെ അതുപോലെ കുടുംബത്തിൻ്റെ കൂടെ ഒന്ന് ചിലവഴിക്കുക എന്നുള്ളൊക്കെ ഒരു നിയത്തിലാണ്. പ്ലസ് ഞാൻ പറഞ്ഞല്ലോ ഫയർ വർക്കുകൾ നൈറ്റാണ് ഇവിടുത്തെ കാര്യമായിട്ടും പരിപാടികളെല്ലാം നടക്കുക നൈറ്റാണ്. ഇതിൻ്റെ പകലിൻ്റെ ചൂട് കാരണം കൂടാണ് ഇവിടുത്തെ പരിപാടികളെല്ലാം ഫയർ വർക്ക് ആവട്ടെ മറ്റ് ഷോകളാവട്ടെ, പിന്നെ ഇപ്പം ഗ്ലോബൽ വില്ലേജ് പോകാനോ അല്ലെങ്കിൽ വല്ല ബീച്ച് പോകാനോ ഒക്കെ നൈറ്റാണ് സൗകര്യം. തണുപ്പിലേക്ക് വരികയും ചൂട് ഒഴിവാകാനും ഒക്കെ സൗകര്യം കൂടി കണക്കിലെടുത്തിട്ടാണ് ആളുകൾ ഇങ്ങനെ പകൽ വീട്ടിൽ കൂടുകയും രാത്രി ഇറങ്ങുകയും ചെയ്യാണ് പൊതുവെ ഉള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ വലതുവശത്തുള്ള ബിൽഡിംഗ്. ഇത് ഖുർആൻ സ്ത്രീകൾക്ക്, അതായത് കുട്ടികൾക്കുള്ള ഖുർആൻ പഠനം കൂടെ ഈ ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ വലതുവശത്തെ ബിൽഡിങ്ങുകൾ, പിന്നെ ഈ ഒരു ഏരിയയാണ് ഞാൻ ജീവിച്ച 3 കൊല്ലത്തെ എൻ്റെ ഒരു ലൈഫ് ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ സലൂൺ, ഈ സലൂൺ ബിൽഡിങ്ങിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഇത് എൻ്റെ ഭക്ഷണം കഴിച്ചിരുന്ന ഹോട്ടലാണ്, അൽ ബനാദിർ ഹോട്ടൽ. ഈ ഹോട്ടലിൽ നിന്നായിരുന്നു നല്ല തലശ്ശേരി ബിരിയാണിയും പിന്നെ നല്ല ഭക്ഷണമൊക്കെ ഇവിടെ കിട്ടുമായിരുന്നു. അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, അത് പൂട്ടിപ്പോയി. ഇപ്പം അടുത്താണ്, ഒരു മാസം മുമ്പാണ് അത് പൂട്ടിപ്പോയത്. ഇതാണ് നെസ്റ്റോ, നെസ്റ്റോയുടെ ബാക്ക് സൈഡാണ്. പഴയ മനാമ ഒക്കെ ഉണ്ടായിരുന്ന സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങാണ് അത്. പിന്നെ നെസ്റ്റോയുടെ ഹൈപ്പർ മാർക്കറ്റാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. തരക്കേടില്ലാത്ത ഒരു നല്ല കച്ചവടം ഒക്കെ ഉള്ള ഒരു നെസ്റ്റോ ആണത്. തരക്കേടില്ലാത്ത എല്ലാം കച്ചവടമുള്ളതാണ്. പക്ഷേ ഒരു സാധാരണക്കാരന് നെസ്റ്റോ എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു കമ്പയർ ചെയ്യല്ല, ലുലുവിനെ അപേക്ഷിച്ച് ലുലു കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഉണ്ടാവുക. പക്ഷെ ക്വാളിറ്റിയിൽ പിന്നെ കുറച്ച് താഴെയാണെങ്കിലും വിലക്കുറവ്. നമ്മൾ മലയാളീസ് അധികം നോക്കുക അതാണല്ലോ. മലയാളീസ് അല്ല, സാധാരണക്കാർ നോക്കുക വിലക്കുറവാണല്ലോ. വിലക്കുറവിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം നെസ്റ്റോ എന്നുള്ള നിലക്കാണ് ഇവിടെ അധികം ആളുകൾ ഉള്ളത്. ഈ നെബയിൽ തന്നെ പിന്നെ ഒരു ലുലു ഉണ്ട്, നേരത്തെ കാണിച്ചിരുന്നു. പിന്നെ ഇത് പള്ളിയാണ്. അപ്പോൾ പള്ളിയിലോട്ട് കയറുകയാണ്. ഇതാണ് കഴിഞ്ഞ 3 വർഷക്കാലം ഞാൻ നിസ്കരിച്ച പള്ളി മാത്രമേ ഇവിടുത്തെ കാരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാഷാ അല്ലാ ഒരു ഈജിപ്ഷ്യൻ കാരിയാണ് ഷെയ്ഖ് ഒബാദ. നിങ്ങൾ യൂട്യൂബ് ചെയ്താൽ കാണാൻ പറ്റും. നമ്മുടെ ചാനലിലും അദ്ദേഹത്തിൻ്റെ പിന്നെ വീഡിയോസ് ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പള്ളിയിലും ഇതുപോലെ പാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പള്ളിയിൽ ആരും പാർക്ക് ചെയ്യില്ല, കാരണം 1000 ദിർഹംസ് ഫൈനാണ്. അതുകൊണ്ട് ആരും പാർക്ക് ചെയ്യില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നിസ്കാര സമയം 1 അവർ അല്ലേ എല്ലാ പള്ളിയുടെ പാർക്കിങ് ഉപയോഗപ്പെടുത്താം. അല്ലാതെ നമുക്കറിയാലോ എന്താ സംഭവിക്കാന്ന്. എല്ലാവരും അവിടെ ഒന്ന് പാർക്ക് ചെയ്യും, പിന്നെ പള്ളി നിസ്കരിക്കാതെ പാർക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് ആ നിയമം വരുന്നത്. അപ്പോൾ ഇതാണ് പള്ളി. ഒരു 25-30 കൊല്ലം പഴക്കമുള്ള പള്ളിയാണ്. അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ പഴക്കം ആ പള്ളിക്ക് ഉണ്ടാവും. അന്ന് വെള്ളം വന്ന സമയത്ത് ഇവിടെയൊക്കെ വെള്ളമായിരുന്നു, ഇവിടെയൊക്കെ വെള്ളം കയറിയിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് പള്ളി. ഇത് സ്ത്രീകളുടെ ഭാഗമാണ്. എല്ലാ പള്ളിയിലും സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത് പുരുഷന്മാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്നാൽ അവിടെ ഒരു ഭാഗം സ്ത്രീകൾക്ക് വേണ്ടി നിസ്കരിക്കാൻ സൗകര്യപ്പെടുത്തിയിട്ടുണ്ടാവും. അവർക്ക് ഹൗബും സൗകര്യങ്ങളൊക്കെ പ്രത്യേകം അവിടെ അതിലുണ്ടാവുകയും ചെയ്യും. ഇതാണ് പിന്നെ നെസ്റ്റോ. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് മൈസലൂൺ ഭാഗം. മൈസലൂൺ ഭാഗം കൂടെ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ മൈസലൂൺ ഏരിയ കൂടി പരിചയപ്പെടുത്തും. പിന്നെ ഈ ഒരു ഭാഗത്തായിരുന്നു റമദാൻ ടെൻറ്റ് റമദാനിൽ ടെൻറ്റ് കെട്ടിയിരുന്ന ഒരു ഏരിയയാണിത്. ഇവിടെ ഈ ഒരു സ്പേസിലാണ് ഉണ്ടായിരുന്നത്. ഇവിടെയാണ് ടെൻറ്റ്, വിശാലമായൊരു ടെൻറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മസ്ജിദ് ഉമർ ബിൻ ഖത്താബിൻ്റെ പേരിലുള്ള മസ്ജിദാണ്. ഇവിടുത്തെ ഖാരീൻ്റെ തന്നെ പിന്നെ വിശേഷങ്ങളാണ് എനിക്ക് കൂടുതൽ. നല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവവും പെരുമാറ്റവും, പിന്നെ ഒരു ഇമാമിൻ്റെ ജാടയൊന്നുമില്ലാതെ വളരെ ഹൃദ്യമായിട്ട് പെരുമാറുന്ന ഒരു നല്ല മനുഷ്യൻ. പ്ലസ് റമദാനിലെ രാത്രികളിൽ ഒരുപാട് ആത്മീയമായിട്ട് എന്താ പറയുക, ഒരുപാട് കരയിപ്പിച്ച ഒരു വ്യക്തിയാണ്. ഓരോ ആയത്തുകൾ എടുത്ത് വീണ്ടും വീണ്ടും ഓതിക്കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, അതും രാത്രി ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് റമദാനിലെ രാത്രി ഇതൊരു നിസ്കാരമുണ്ട്. അത് ഞാൻ ലോകത്ത് അല്ലെ വേറെ എവിടെയും ഞാനത് കണ്ടിട്ടില്ല. രാത്രി 2 മണിക്ക് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ചെറിയൊരു വെട്ടം, ഒരു ചെറിയ കുഞ്ഞു ലൈറ്റ് മാത്രം ഇട്ട്, കാണാൻ പറ്റുന്നൊരു ലൈറ്റ് മാത്രം ഇട്ട് വെച്ച് ഒരു ഓത്തുണ്ട്. അത് വല്ലാത്തൊരു ലോകത്തേക്ക് നമ്മൾ പോകും. അതിൽ തഖ്വയുടെ ഭാഗം അല്ലെ നരകത്തെ പറ്റി പറയുമ്പോൾ ഒക്കെ കരഞ്ഞ് വീണ്ടും ആയത്ത് ഓതുന്നു, വീണ്ടും കരയുന്നു. ഒരായത്ത് തന്നെ ചിലപ്പം 8-9 പ്രാവശ്യം ഓതിയേക്കാം, എന്നിട്ട് വീണ്ടും കരയും അതേ ആയത്ത്. അപ്പോൾ
ഒരു പക്ഷേ അവരുമായിട്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മൂസ അലൈഹി സ്വലാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് കൂടുതൽ വൈകാരികമായിട്ട് അവർ കരുതുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈജിപ്ഷ്യൻസ് ധാരാളമായിട്ട്, എനിക്ക് ഒരുപാട് ഈജിപ്തിലെ സുഹൃത്തുക്കളുണ്ട്. അതൊക്കെ ഈ പള്ളി വഴി വന്നതാണ്. ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ പിന്നെ പരിചയപ്പെട്ടതാണ്. ഇതാണ് ഫയർ സ്റ്റേഷൻ റൗണ്ട് അബൌട്ട്. ഞാൻ റൗണ്ട് ഒന്നുകൂടി കറങ്ങി. ആ ഒരു ക്യാരി ഫോർ അവിടെ ഉണ്ട്, ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇതാണ് ഫയർ സ്റ്റേഷൻ. പിന്നെ ഞാനിത് കൺക്ലൂഡ് ചെയ്യാണ്. ഇത് അവസാനത്തെ കറക്കമാണ്, എൻ്റെ യുഎയിലെയും അവസാനത്തെ ഇറക്കമാണ്. ദിനേശ് നാട്ടിലേക്ക് വന്നതാണ്. എൻ്റെ പള്ളി എന്നാണ് ഞാൻ പറയാം, നമ്മൾ നിസ്കരിച്ച പള്ളി, എൻ്റെ പള്ളി, എൻ്റെ നെസ്റ്റോ, എൻ്റെ സ്ഥലം. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ.